നമസ്കാരം. ശ്രീഭദ്ര ആസ്ട്രോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നതായിട്ടുള്ള വിഷയം വ്യാഴം മേടം രാശി മുതൽ മീനൻ രാശി വരെ നിന്നാൽ ഉണ്ടായേക്കാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ്. വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ അവരവരുടെ ജാതകത്തിൽ വ്യാഴം എവിടെയാണ് നിൽക്കുന്നത് എന്ന് നോക്കുക. അപ്പോൾ ഈ ഫലങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. വ്യാഴം മേടൻ രാശിയിലോ വൃശ്ചികൻ രാശിയിലോ നിൽക്കുന്ന സമയം ജനിക്കുന്നവർ സേനാനായകനായും വളരെ പുത്രന്മാരും ധനവും ഭാര്യമാരും നല്ല ഭൃത്യന്മാരും ഉള്ളവരായും ദാനശീലം ഉള്ളവരായും ക്ഷമയും തേജസ്സും ഭാര്യാഗുണവും യശസ്സും ഉള്ളവരായും ഭവിക്കും. വ്യാഴം ഇടവൻ രാശിയിലോ തുലാം രാശിയിലോ ആണ് നിൽക്കുന്നതെങ്കിൽ ശരീര സുഖാരോഗ്യങ്ങളും അനുഭവ ഗുണവും സമ്പത്തും ബന്ധുക്കളും പുത്രന്മാരും ഔദാര്യവും ഉള്ളവരായും സകല ജനപ്രിയരായും ഭവിക്കും. മിഥുനത്തിലോ കന്നിയിലോ ആണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ വളരെ ഗൃഹോപകരണ സാധനങ്ങൾ ഉള്ളവനായും പുത്രന്മാരും ബന്ധുക്കളും ഉള്ളവനായും രാജസജീവനായും സുഖമുള്ളവനായും ഭവിക്കും. വ്യാഴം കർക്കിടകം രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ രത്നാദി ശ്രേഷ്ഠ വസ്തുക്കളും നല്ല പുത്രന്മാരും സമ്പത്തും സൽകളത്ര ഗൃഹോപകരണങ്ങളും ബുദ്ധിശക്തിയും സുഖവും ഉള്ളവനായി ഭവിക്കും. ചിങ്ങം രാശിയിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ സേനാനായകനായും രത്നാദി ശ്രേഷ്ഠ വസ്തുക്കളും നല്ല പുത്രന്മാരും സമ്പത്തും സൽകളത്രവും ഗൃഹോപകരണങ്ങളും ബുദ്ധിശക്തിയും സുഖവും ഉള്ളവനായും ഭവിക്കും. ധനുവിലോ മീനത്തിലോ വ്യാഴം നിന്നാൽ രാജാവോ ദേശനാഥനോ രാജമന്ത്രിയോ സേനാനായകനോ പ്രഭുവോ ധനവാനോ ആയി ഭവിക്കും. കുംഭം രാശിയിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ കർക്കിടകത്തിൽ വ്യാഴം നിന്നാൽ എന്താണ് ഫലം? അതുതന്നെയായിരിക്കും കുംഭൻ രാശിയിൽ നിൽക്കുമ്പോഴും അനുഭവത്തിൽ വരുന്നത്. മകരം രാശിയിൽ വ്യാഴം നിന്നാൽ, മകരം രാശി പൊതുവെ വ്യാഴത്തിൻ്റെ നീചരാശിയാണ്. ഉചിതമല്ലാത്തതും നിന്ദ്യവുമായ കർമ്മങ്ങളെ ചെയ്യുന്നവനായും സുഖമില്ലാത്തവനായും ധനപുഷ്ടി ഇല്ലാത്തവനായും ഭവിക്കും.